ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പുരുഷന്മാർ പലപ്പോഴും തുറന്ന് സംസാരിക്കാൻ മടിക്കുന്ന ഒരു കാര്യത്തിനെക്കുറിച്ചാണ്, അല്ലെങ്കിൽ ഒരു വിഷയത്തെക്കുറിച്ചാണ്, അല്ലെങ്കിൽ പലർക്കും അറിയാത്തൊരു കാര്യത്തിനെക്കുറിച്ചാണ്. അതാണ് ടെസ്റ്റോസ്റ്റെറോൺ. മുമ്പത്തെ പോലെ ശക്തിയില്ല, എനർജി ഇല്ല, രാവിലെ എഴുന്നേക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. അതുപോലെ നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത് കോൺസെൻട്രേഷൻ ഒന്നും കിട്ടുന്നില്ല, വ്യായാമം ചെയ്തിട്ടും മസിലൊന്നും വരുന്നില്ല, വയറിൻ്റെ വലിപ്പം കൂടി വരുന്നു, അതുപോലെ ലൈംഗിക താല്പര്യം കുറയുന്നു, എറക്ഷൻ പഴയതുപോലെ തന്നെ ഇല്ല എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ പല കാരണങ്ങളുണ്ടാവാം. ചെറിയ കാര്യങ്ങൾക്ക് പോലും നമ്മൾ ഇറിറ്റബിൾ ആവുന്നുണ്ട്. പല പ്രശ്നങ്ങളും ഈ ടെസ്റ്റോസ്റ്റെറോൺ കുറയുന്നതുകൊണ്ടാവാം. ഓക്കെ, ഇപ്പം ഞാൻ പറയുന്നത് കേട്ട് എല്ലാവർക്കും ടെസ്റ്റോസ്റ്റെറോൺ കുറവാണെന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഉടനെ തന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കാനോ അതുപോലെ ബാക്കി കാര്യങ്ങൾ കമ്പയർ ചെയ്യുകയോ ചെയ്യേണ്ട. നിങ്ങൾ ജിം ട്രെയിനർ പറഞ്ഞതുപോലെ ടെസ്റ്റോസ്റ്റെറോൺ ഇഞ്ചക്ഷൻ എടുത്ത് ഒരു ഹാർട്ട് അറ്റാക്ക് വന്ന ഒരു രോഗിയെ ഈ ഇടയ്ക്ക് കണ്ടതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ടോക്ക് ഇപ്പം സംസാരിക്കുന്നത്. ഓക്കെ, ക്ഷീണം അനുഭവപ്പെടുന്ന എല്ലാ പുരുഷന്മാർക്കും ടെസ്റ്റോസ്റ്റെറോൺ ഡെഫിഷ്യൻസി എന്നല്ല ഞാൻ പറയുന്നത്. ടെസ്റ്റോസ്റ്റെറോൺ ഒരു മസ്കുലിനിറ്റി സ്കോർ അല്ല. ഒരു വ്യക്തിയുടെ പുരുഷത്വവും ആത്മവിശ്വാസവും അദ്ദേഹത്തിൻ്റെ ലാബോറട്ടറി വാല്യൂ കൊണ്ട് നമുക്ക് അളക്കാനായിട്ട് കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് ടെസ്റ്റോസ്റ്റെറോൺ വാല്യൂ നോക്കിയാൽ നമുക്കത് പറയാനായിട്ട് കഴിയില്ല. അത് പ്രധാനപ്പെട്ട ഒരു ഹോർമോണാണ്. പക്ഷേ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും ടെസ്റ്റോസ്റ്റെറോൺ മാത്രമാണെന്ന് ഒരു കാരണവശാലും കാണരുത്. അത് അപകടകരമായിട്ട് വരാം, നമ്മുടെ മനസ്സിന് അത് പ്രശ്നമാവും. ഈ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ ഞാൻ പറയാം. എന്താണ് ടെസ്റ്റോസ്റ്റെറോൺ? അത് കുറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ കുറഞ്ഞു വരുന്നത്? ആരാണ് പരിശോധിക്കേണ്ടത്? അതുപോലെ ശരിയായ പരിശോധന എന്താണ്? എങ്ങനെ നമുക്ക് സ്വാഭാവികമായിട്ട് ടെസ്റ്റോസ്റ്റെറോൺ നമ്മുടെ ശരീരത്തിൽ മെച്ചപ്പെടുത്താം? അതുപോലെ ടെസ്റ്റോസ്റ്റെറോൺ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ട ആവശ്യം ആർക്കാണ്? സ്വയം ഇത്തരത്തിലുള്ള മരുന്നുകൾ എടുക്കാവോ? ഇത്തരം കാര്യങ്ങളാണ് ഞാൻ സംസാരിക്കുന്നത്. ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കുക, ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആദ്യത്തെ ചോദ്യം എന്തായിരുന്നു? ടെസ്റ്റോസ്റ്റെറോൺ എന്താണ്? ടെസ്റ്റോസ്റ്റെറോൺ പ്രധാനമായും പുരുഷന്മാരുടെ ടെസ്റ്റിക്കിൾസ്, വൃഷണങ്ങളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ്. ചെറിയ അളവിൽ അത് അഡ്രിനൽ ഗ്ലാൻഡിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. കിഡ്നിയുടെ മുകളിലിരിക്കുന്ന ഗ്ലാൻഡാണ് അഡ്രിനൽ ഗ്ലാൻഡ്. ബ്രെയിന്, ഹൈപ്പോതലാമസ്, അതുപോലെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, ടെസ്റ്റിക്കിൾ, ഇതെല്ലാം ഇതിനെ നിയന്ത്രിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു കമ്പനിയാണെന്ന് പറയാം. അതെ, കുറേ കാര്യങ്ങൾ അതിൻ്റെ അകത്ത് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഹൈപ്പോതലാമസ് ആണ് നമ്മുടെ ഹെഡ് ഓഫീസ്, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണ് അതിൻ്റെ മാനേജർ, ടെസ്റ്റിക്കിൾ ആണ് പ്രൊഡക്ഷൻ യൂണിറ്റ്, ടെസ്റ്റോസ്റ്റെറോൺ ആണ് ഫൈനൽ പ്രൊഡക്റ്റ്. ഇപ്പോൾ ഹെഡ് ഓഫീസിൽ നിന്നോ മാനേജറിൽ നിന്നോ സിഗ്നൽ കിട്ടിയില്ലെങ്കിലും പ്രൊഡക്ഷൻ കുറയാം. ടെസ്റ്റിക്കിളിന് പ്രശ്നമുണ്ടായാലും പ്രൊഡക്ഷൻ കുറയാം. മനസ്സിലായി? അപ്പോൾ ഇതൊക്കെയാണ് കാരണങ്ങൾ. ടെസ്റ്റോസ്റ്റെറോൺ ചെയ്യുന്നത് ലൈംഗിക പ്രവർത്തനം മാത്രം നിയന്ത്രിക്കുകയല്ല ചെയ്യുന്നത്. ഇത് ധാരാളം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ലൈംഗിക താല്പര്യം നിലനിർത്തുന്നുണ്ട്, സ്പേം പ്രൊഡക്ഷന് നിലനിർത്തുന്നുണ്ട്, മസിൽ മാസ് ഉണ്ടാക്കുന്നുണ്ട്, ബോൺ ഡെൻസിറ്റി സംരക്ഷിക്കുന്നുണ്ട്, റെഡ് ബ്ലഡ് സെല്ലിൻ്റെ പ്രൊഡക്ഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ശരീരത്തിലെ ഫാറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി പലയിടത്തോട്ടും കൊണ്ടുപോകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, നമ്മുടെ എനർജി, മൂഡ്, അതുപോലെ തന്നെ താടി, മുടി, ഇതെല്ലാം ടെസ്റ്റോസ്റ്റെറോണുമായിട്ട് നല്ലവണ്ണം ബന്ധപ്പെട്ടിട്ടുണ്ട്. കൂടുതൽ ടെസ്റ്റോസ്റ്റെറോൺ ഉണ്ടെങ്കിൽ കൂടുതൽ ആരോഗ്യം ഉണ്ടെന്ന് പറയുന്നത് തെറ്റാണ്. അപ്പം നമ്പറല്ല നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, ടെസ്റ്റോസ്റ്റെറോൺ കുറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയോ? ഒന്ന്, ലോ ടെസ്റ്റോസ്റ്റെറോൺ അല്ലെങ്കിൽ ഹൈപ്പോഗൊനാഡിസം പല രീതിയിലാണ് പ്രകടമാകുന്നത്. ഒന്നാമത് ലൈംഗിക ലക്ഷണങ്ങളാണ് ഉണ്ടാകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണങ്ങളിലുള്ളതാണ് ലൈംഗിക പ്രശ്നങ്ങൾ. അതായത് സെക്ഷൽ ഡിസയർ, ലിബിഡോ കുറവായിരിക്കും, രാവിലുള്ള എറക്ഷൻ കുറവായിരിക്കും, സ്പോണ്ടേനിയസ് എറക്ഷൻസ് ഇല്ലാതായിക്കൊണ്ടിരിക്കും, അതുപോലെ എറക്ടൈൽ ഡിസ്ഫങ്ഷൻ പോലുള്ള പ്രോബ്ലം ഉണ്ടാവാം, അതുപോലെ ഇൻഫെർട്ടിലിറ്റി, വന്ധ്യത പോലെ പ്രശ്നങ്ങൾ ഉണ്ടാവാം, സ്പേം കൗണ്ട് കുറയാം. ഇതൊക്കെയാണ് ഉണ്ടാകുന്നത്. ഇപ്പോൾ എറക്ടൈൽ ഡിസ്ഫങ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞ് ലോ ടെസ്റ്റോസ്റ്റെറോൺ ആണെന്ന് അർത്ഥമില്ല. ഇപ്പോൾ പ്രമേഹം, രക്തസമ്മർദ്ദം, അമിതമായിട്ടുള്ള കൊളസ്ട്രോൾ, പൊണ്ണത്തടി, സിഗരറ്റ് വലിക്കുന്നു, വാസ്കുലാർ ഡിസീസ്, ചില മരുന്നുകളുടെ സൈഡ് എഫക്റ്റ്, മാനസിക സമ്മർദ്ദം, റിലേഷൻഷിപ്പ് പ്രോബ്ലം, ഇതെല്ലാം എറക്ഷനെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ എറക്ഷൻ ഒരു ബ്ലഡ് ഫ്ലോ ഈവൻ്റ് ആണ്. അതിനാൽ എറക്ടൈൽ ഡിസ്ഫങ്ഷൻ ചിലപ്പോൾ ഭാവിയിൽ ഉണ്ടാവുന്ന ഒരു കാർഡിയോവാസ്കുലാർ ഡിസീസിൻ്റെ ആദ്യത്തെ ലക്ഷണം വരെ ആകാം. അപ്പോൾ അതുകൊണ്ട് അത് നോക്കി കണ്ടെത്തേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ടെസ്റ്റോസ്റ്റെറോൺ ഇഞ്ചക്ഷൻ കൊണ്ട് നമുക്ക് ഈ പറഞ്ഞ പ്രോബ്ലംസ് ഒന്നും സോൾവ് ചെയ്യാനായിട്ട് കഴിയില്ല. രണ്ടാമതായിട്ട് ശരീരത്തിലുണ്ടാകുന്ന ചില മാറ്റങ്ങളാണ്. മസിൽ മാസ് കുറയും. നമ്മുടെ മസിൽ നോക്കുമ്പോൾ മസിൽ അതിൻ്റെ വണ്ണം കുറയാണ്, വയറിന് ചുറ്റും വണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു. എക്സസൈസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷവും നല്ല ക്ഷീണം, അതുപോലെ മുടി പൊഴിച്ചിലുണ്ടാവുന്നു. ചിലർക്ക് ബ്രസ്റ്റ് എൻലാർജ്മെൻറ്റ് ഉണ്ടാവും, ഗൈനക്കോമാസ്റ്റി നമ്മൾ വിളിക്കുന്നത്. ബോൺ ഡെൻസിറ്റി കുറയും, ചെറിയ വീഴ്ചയിൽ പോലും എല്ലിന് പൊട്ടലുണ്ടാകാനുള്ള സാധ്യത ഉണ്ടാവും. ചില ആളുകളിൽ രക്തം കുറവ്, അനീമിയ വരെ കാണാറുണ്ട്. വ്യായാമം ചെയ്തിട്ടും മസിൽ വളരാത്തത് ടെസ്റ്റോസ്റ്റെറോൺ കൊണ്ട് മാത്രമല്ല, പല കാരണങ്ങളുണ്ട്. അതിനകത്ത് ഒരു കാരണമാണിത്. ഇപ്പോൾ നമ്മൾ പ്രോട്ടീൻ നല്ലോണം കഴിക്കുന്നില്ല, നല്ലോണം ഉറങ്ങുന്നില്ല, നമ്മുടെ വൈറ്റമിൻ നമ്മുടെ ശരീരത്തിലൊക്കെ കുറവാണെങ്കിലും നമ്മുടെ മസിൽ മാസ് ഉണ്ടാകുന്നില്ല. ഓക്കെ, ഇനി മൂന്നാമത്തെന്ന് പറഞ്ഞാൽ മനസ്സിനെയും അതുപോലെ നമ്മുടെ എനർജിയും ബാധിക്കും എന്നുള്ളതാണ്. നമുക്ക് നല്ല ക്ഷീണം ഉണ്ടായിരിക്കും, എപ്പോഴും ക്ഷീണമായിരിക്കും, ഒരു മോട്ടിവേഷൻ ഇല്ലാത്തൊരു ഫീലിംഗ് ഉണ്ടാവും,
കോൺസെൻട്രേഷൻ കിട്ടാത്ത പോലെ ഒരു ഫീലിംഗ് ഉണ്ടാവും, എപ്പോഴും ഇറിറ്റബിൾ ആവും, കോൺഫിഡൻസ് ഇല്ലാത്തതുപോലെയൊക്കെ ഉള്ള പ്രശ്നം, ഉറക്കക്കുറവ്, അതുപോലെ നമ്മുടെ ജോലി ചെയ്യുന്ന സമയത്ത് നമ്മുടെ പെർഫോമൻസ് വളരെ കുറയുന്നു. ഈ സിംറ്റംസ് വളരെ നോൺ സ്പെസിഫിക് ആണ് അല്ലേ. ഞാൻ പറഞ്ഞ എല്ലാ സിംറ്റംസും കൂടെ ഉണ്ടെങ്കിൽ അങ്ങനെ വരാം. ഇപ്പോൾ ഈ പറഞ്ഞ സിംറ്റംസ് എല്ലാം ഡിപ്രഷൻ ഉള്ളവർക്ക് വരാം, ഉറക്കക്കുറവുള്ളവർക്ക് വരാം, തൈറോയ്ഡ് ഉള്ള പ്രശ്നമുള്ളവർക്ക് വരാം, വൈറ്റമിൻ ഡെഫിഷ്യൻസി കുറവുള്ളവർക്ക് വരാം. അപ്പം ക്രോണിക് സ്ട്രെസ് എല്ലാം ഇതിന്റെ കാരണമായതുകൊണ്ട് ഈ പറഞ്ഞ ലക്ഷണങ്ങൾ ഉള്ളതുകൊണ്ടും നമുക്ക് ടെസ്റ്റോസ്റ്ററോൺ കുറവാണെന്ന് പറയാനായിട്ട് കഴിയില്ല. അപ്പം സിംറ്റംസ് മാത്രം നോക്കി നമുക്ക് ലോ ടെസ്റ്റോസ്റ്ററോൺ ഡയഗ്നോസ് ചെയ്യാനായിട്ട് പറ്റില്ല. ഇപ്പം ഡയഗ്നോസ് ചെയ്യാനായിട്ട് സിംറ്റംസും ആവർത്തിച്ച് നമുക്ക് ബ്ലഡ് ടെസ്റ്റോസ്റ്ററോൺ ലെവൽ കുറഞ്ഞു വന്നു കഴിഞ്ഞാലാണ് നമ്മൾ ടെസ്റ്റോസ്റ്ററോൺ കുറവെന്ന് നമ്മൾ പറയുന്നത്. ഇവിടെ പറഞ്ഞ ക്ഷീണമാണെങ്കിലും ഉറക്കക്കുറവാണെങ്കിലും വയറിന് ചുറ്റുമുള്ള വണ്ണവും റെഡ്യൂസ്ഡ് മോട്ടിവേഷനും എനർജി കുറവെല്ലാം നമുക്ക് സ്വാഭാവികമായിട്ട് പല കാരണങ്ങളും ഉണ്ടാവും. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇതിനോടൊപ്പം ബ്ലഡ് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ടെസ്റ്റോസ്റ്ററോൺ ലെവലും കുറവാണ് എങ്കിൽ ആണ് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടത്. അപ്പം സിംറ്റംസ് വെച്ച് കണ്ടെത്താൻ പറ്റില്ല എന്ന് മനസ്സിലാക്കുക. ടെസ്റ്റോസ്റ്ററോൺ ഇഞ്ചക്ഷൻ അല്ല എടുക്കേണ്ടത്. അത് ജിമ്മിലുള്ള ആളുകൾ നിങ്ങളോട് പറയും അങ്ങനെ എടുക്കരുത്, അത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ടെസ്റ്റോസ്റ്ററോൺ കുറയാനുള്ള കാരണങ്ങളോട് മനസ്സിലാക്കണം. പ്രായം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. പ്രായം കൂടുന്തോറും ടെസ്റ്റോസ്റ്ററോൺ പതുക്കെ കുറയാം. എന്നാൽ പ്രായം കൊണ്ട് മാത്രം എല്ലാവർക്കും ഇത് കുറയണമെന്നില്ല, ഹൈപ്പോഗോണാഡിസം ഉണ്ടാകണമെന്നില്ല. ഒരു വ്യക്തിക്ക് ഇപ്പോൾ 55 വയസ്സായാൽ പോലും നല്ല ഉറക്കമുണ്ട്, നല്ല വ്യായാമമുണ്ട്, അതുപോലെ വയറിന് ചുറ്റും വണ്ണമൊന്നുമില്ല, നല്ല മെറ്റബോളിക് ഹെൽത്ത് ആണെങ്കിൽ അത് ടെസ്റ്റോസ്റ്ററോൺ നോർമൽ ആയിരിക്കും, ഒരു പ്രശ്നവും ഉണ്ടാവില്ല. ഇനി വേറൊരു വ്യക്തിക്ക് 30 വയസ്സേ ഉള്ളൂ, വയറിന് ചുറ്റും നല്ല വണ്ണമുണ്ട്, പ്രമേഹമുണ്ട്, ഉറക്കം ശരിയല്ല, അതുപോലെ മദ്യം നല്ലോണം കഴിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ടെസ്റ്റോസ്റ്ററോൺ നല്ലവണ്ണം കുറയാൻ സാധ്യതയുണ്ട്. അപ്പം നമുക്ക് പ്രായത്തിൽ ഇമ്പോർട്ടൻ്റ് അല്ല, നമ്മുടെ മെറ്റബോളിക് ഹെൽത്തിലാണ് വളരെ ഇമ്പോർട്ടൻ്റ്. രണ്ടാമത് വണ്ണം തന്നെയാണ്, വിസറൽ ഫാറ്റ്. വയറിന് ചുറ്റുമുള്ള വിസറൽ ഫാറ്റ് കൂടുതലാകും തോറും ടെസ്റ്റോസ്റ്ററോൺ കുറയാനുള്ള സാധ്യത കൂടിക്കൊണ്ടിരിക്കുകയാണ്. പണ്ടത്തെ കാലത്ത് നമ്മളിങ്ങനെ നടന്ന് വ്യായാമം ചെയ്തുകൊണ്ടിരുന്നു, ഇപ്പം അങ്ങനെയല്ല. ഇപ്പം എല്ലായിടത്തും ഇരിപ്പാണ്. ഇപ്പോൾ വയറിലെ കൊഴുപ്പ് നമ്മൾ കൂടിക്കഴിഞ്ഞാൽ ടെസ്റ്റോസ്റ്ററോൺ കുറയാം. ഓക്കെ, ഇപ്പം മസിൽ മാസും ആക്ടിവിറ്റിയും കുറയാം. ഓക്കെ, ഇൻസുലിൻ റെസിസ്റ്റൻസിലോട്ട് പോവുകയും പല അസുഖങ്ങളും വരികയും ചെയ്യും. ഇൻസുലിൻ റെസിസ്റ്റൻസ് വന്നു കഴിഞ്ഞാൽ ഒരു ചീട്ട് കൊട്ടാരത്തിൻ്റെ ഒരു ചീട്ട് പൊട്ടിപ്പോകുന്നവരാണ്, പല അസുഖങ്ങളും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത് പ്രിവെൻറ്റ് ചെയ്യണം. അപ്പോൾ വയറിന് ചുറ്റുമുള്ള വണ്ണം നമ്മൾ മാക്സിമം കുറച്ച് വെക്കുക. മൂന്നാമതായിട്ട് പ്രമേഹവും മെറ്റബോളിക് സിൻഡ്രോമും ഈ ഒരു ടെസ്റ്റോസ്റ്ററോൺ കുറയ്ക്കുന്ന ഒരു കാര്യങ്ങളാണ്. പ്രമേഹം, അതുപോലെ ഫാറ്റി ലിവർ, ട്രൈഗ്ലിസറൈഡ്, ഇതെല്ലാം കൂടി നിന്ന് കഴിഞ്ഞാൽ ലോ ടെസ്റ്റോസ്റ്ററോൺ ഇതിനോടൊപ്പം വരും. ഓക്കെ, അപ്പോൾ ടെസ്റ്റോസ്റ്ററോൺ ട്രീറ്റ്മെൻറ്റിൻ്റെ ആദ്യത്തെ കാര്യം ഡയബറ്റീസ് റിവേഴ്സ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഡയബറ്റീസ് റിവേഴ്സ് ചെയ്യാൻ നമ്മൾ 5M മെത്തേഡ് ഡീറ്റെയിൽ ആയിട്ട് പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. സംശയമുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഉറക്കക്കുറവും നമുക്ക് പ്രശ്നക്കാരനാണ്. ഉറങ്ങിയില്ലെങ്കിലും നമുക്ക് ടെസ്റ്റോസ്റ്ററോൺ കുറയാം. തുടർച്ചയായിട്ട് നൈറ്റ് ഡ്യൂട്ടി എടുക്കുന്നു, അതുപോലെ ഉറങ്ങാനായിട്ട് പറ്റുന്നില്ല, ഇടയ്ക്കിടയ്ക്ക് എഴുന്നേൽക്കുന്നുണ്ട്, രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഹെഡേക്ക്, അതുപോലെ പകൽ കൂർക്കം വലിച്ച് ഉറങ്ങുന്നു കുറച്ച് നേരമൊക്കെ. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ലീപ്പ് അപ്നിയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള ആളുകളിലും എന്താണ് ടെസ്റ്റോസ്റ്ററോൺ കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഉറക്കം വളരെ പ്രധാനമാണ്. 7 മണിക്കൂർ മുതൽ 9 മണിക്കൂർ ഉറങ്ങിയാൽ മാത്രമേ നമുക്ക് ടെസ്റ്റോസ്റ്ററോൺ നോർമലായിട്ട് നിലനിർത്താനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അടിസ്ഥാന പ്രശ്നം പരിഹരിക്കാതെ നമ്മൾ മറ്റ് കാര്യങ്ങൾ ചെയ്യുകയോ ഇഞ്ചക്ഷൻ എടുക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഒരു ഗുണവുമില്ല, ശരീരത്തിന് ദോഷം മാത്രമേ വരുള്ളൂ. ചില മരുന്നുകളുടെ സൈഡ് എഫക്റ്റ് ആയിട്ടും വരാം. ഇപ്പം നമുക്ക് വേദന സംഹാരികൾ, ഓപ്പിയോയിഡ് പോലുള്ള മരുന്നുകൾ, ചില സ്റ്റീറോയിഡുകൾ എടുക്കുന്നതുകൊണ്ടോ, അനബോളിക് സ്റ്റീറോയിഡുകൾ എടുക്കുന്നതുകൊണ്ടോ, അല്ലെങ്കിൽ ചില ഹോർമോണൽ ട്രീറ്റ്മെൻറ്റ് ഉണ്ട്, ചില ക്യാൻസറിൻ്റെ മരുന്നുകളൊക്കെ എടുക്കുമ്പോൾ, കീമോതെറാപ്പി എടുക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ റേഡിയോതെറാപ്പി എടുക്കുന്ന സമയത്ത് മദ്യം അമിതമായി കഴിക്കുന്നുണ്ട്, സിഗരറ്റ് നല്ലോണം വലിക്കുന്നുണ്ടെങ്കിൽ ടെസ്റ്റോസ്റ്ററോൺ കുറഞ്ഞു കാണാറുണ്ട്. അപ്പോൾ അതും ഒരു കാരണക്കാരനാണ്, അത് നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം. ഇപ്പോൾ ജിമ്മിൽ ബോഡി ബിൽഡിനായിട്ട് നമ്മുടെ അനബോളിക് സ്റ്റീറോയിഡ് പല വ്യക്തികളും എടുക്കാറുണ്ട്. പുറത്തുനിന്ന് നോക്കുമ്പോൾ വലിയ മസിൽ ഉള്ളവനായിട്ട് തോന്നാം, പക്ഷേ ശരീരത്തിനുള്ളിൽ നാച്ചുറൽ ടെസ്റ്റോസ്റ്ററോൺ പ്രൊഡക്ഷൻ കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അനബോളിക് സ്റ്റീറോയിഡ് എടുക്കരുത്. ആറാമതായിട്ട് ടെസ്റ്റിക്കിൾ സംബന്ധമായിട്ടുള്ള കാരണങ്ങളാണ്. ബട്ട് ടെസ്റ്റിസിന് എന്തെങ്കിലും ഇഞ്ചുറി ഉണ്ടാകുന്നു, വൃഷണത്തിൽ എന്തെങ്കിലും ഇഞ്ചുറി ഉണ്ടാകുന്നു, ഇൻഫെക്ഷൻ ഉണ്ടാകുന്നു, മംസ് പോലുള്ള അസുഖങ്ങൾ ഉണ്ടാകുന്നു, അതുപോലെ ടെസ്റ്റിസ് ജനിച്ച സമയത്തുണ്ടാകുന്ന ചില പ്രോബ്ലം കാരണം, പിന്നെ കീമോതെറാപ്പി എടുക്കുന്നുണ്ട്. ഇതൊക്കെ കാരണങ്ങൾ കൊണ്ട് നമുക്ക് ഈ ടെസ്റ്റോസ്റ്ററോൺ കുറയാം. പിന്നുള്ള കാരണം എന്ന് പറഞ്ഞാൽ ബ്രെയിനിൽ അല്ലെങ്കിൽ പിറ്റ്യൂട്ടറി കാരണങ്ങളാണ്. അതായത് ബ്രെയിനിൽ ചെറിയ ട്യൂമർ, പിറ്റ്യൂട്ടറി ട്യൂമർ ഉണ്ടാവുന്നു, അതുപോലെ തലയ്ക്ക് പരിക്കുണ്ടാവുന്നു, പിറ്റ്യൂട്ടറി സർജറി ചെയ്യുന്ന കണ്ടീഷൻസിലെല്ലാം ഈ ടെസ്റ്റോസ്റ്ററോൺ കുറഞ്ഞു വരാം. അപ്പോൾ ഇത്രയും കാരണങ്ങളാണ് കോമൺ ആയിട്ടുള്ളത്. അപ്പം ഈ കാരണത്തിൽ ഏതെങ്കിലും ആണെങ്കിൽ നമുക്ക് ട്രീറ്റ് ചെയ്ത് മാറ്റാനായിട്ട് പറ്റും, അല്ലെങ്കിൽ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. ക്രാഷ് ഡയറ്റ് ചെയ്യുന്ന ആളുകളിലും അമിതമായ ട്രെയിനിങ് ചെയ്യുന്ന ആളുകൾക്കും, ജിമ്മിൽ പോയി കഠിനമായി ട്രെയിൻ ചെയ്യുന്ന ആളുകൾക്കും ഈ ടെസ്റ്റോസ്റ്ററോൺ കുറഞ്ഞു കാണാറുണ്ട്. റാപ്പിഡായിട്ട് വെയിറ്റ് ലോസ് ശ്രമിക്കുന്നുണ്ട്, അതുപോലെ നല്ല അമിതമായ ട്രെയിനിങ് എടുത്തു കഴിഞ്ഞാലും ടെസ്റ്റോസ്റ്ററോൺ കുറയ്ക്കും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ആഴ്ചയിൽ 3 ദിവസം അല്ലെങ്കിൽ മാക്സിമം 4 ദിവസം വെയിറ്റ് എടുത്തിട്ടുള്ള വ്യായാമം ചെയ്താൽ മതി. പക്ഷേ ടെസ്റ്റോസ്റ്ററോൺ ലൈഫ് ലോങ് നമുക്ക് നിർത്തണം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ആഴ്ചയിൽ 4 ദിവസം വെയിറ്റ് എടുത്തിട്ടുള്ള വ്യായാമം ചെയ്താൽ മതി. അത് ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ ദിവസവും ചെയ്യുന്നത് നല്ലതല്ല, 2-3 മണിക്കൂർ ചെയ്യുന്നത് നല്ലതല്ല. ഇപ്പം മാജിക് ഫുഡും മാജിക് ടാബ്ലറ്റ് ഒന്നുമില്ല ടെസ്റ്റോസ്റ്ററോൺ ശരിയാക്കാനായിട്ട്.
ടെസ്റ്റോസ്റ്ററോൺ എന്ന് പറയുന്നത് ഒരു മെറ്റബോളിക് ഹെൽത്തിന്റെ ഒരു റിഫ്ലക്ഷനാണ്. ഓക്കെ, അപ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ ചെയ്യുന്നത് വയറിന്റെ വലിപ്പം കുറയ്ക്കുക എന്നുള്ളതാണ്. വയറിന്റെ വണ്ണം 90 സെന്റിമീറ്ററിന് താഴെ നിർത്തിയിരിക്കണം. ഒബേസിറ്റി അല്ലെങ്കിൽ പൊണ്ണത്തടി ഉണ്ടെങ്കിൽ അത് ആദ്യം കുറയ്ക്കണം. വെയിങ് മെഷീനിൽ പോയി വെയിറ്റ് നോക്കുകയല്ല ചെയ്യേണ്ടത്. നമ്മൾ വയറിന് ചുറ്റുമുള്ള വണ്ണം അത് പലർക്കും 100ഉം 110ഒക്കെയാണ്. അത് റെഡിയാക്കണം. എങ്കിലേ നമുക്ക് ഇൻസുലിൻ സെൻസിറ്റിവിറ്റി മെച്ചപ്പെടുത്താൻ പറ്റുള്ളൂ, ഫാറ്റി ലിവർ മെച്ചപ്പെടുത്താൻ പറ്റുള്ളൂ, നമുക്ക് ടെസ്റ്റോസ്റ്ററോൺ റെഡിയാക്കാനേ പറ്റുള്ളൂ. അപ്പോൾ ആദ്യമായി ചെയ്യേണ്ടത് അരിയാഹാരം കുറയ്ക്കുക, കഴിക്കണം പക്ഷെ കുറയ്ക്കുക. പഞ്ചസാര അവോയ്ഡ് ചെയ്യുക, പച്ചക്കറികൾ ധാരാളം കഴിക്കുക, പ്രോട്ടീൻ ആഹാരത്തിൽ ഉൾപ്പെടുത്തുക, ബേക്കറി ഐറ്റംസ് ഒഴിവാക്കുക. അതുപോലെ ആഴ്ചയിൽ 5 ദിവസം എങ്കിലും നമുക്ക് കാർഡിയോ എക്സസൈസ് ചെയ്തിരിക്കണം. രണ്ടാമത്തത് റെസിസ്റ്റന്റ് ട്രെയിനിങ് ചെയ്യണം. വാക്കിംഗ് വളരെ നല്ലത് തന്നെയാണ്, പക്ഷേ മസിലിനെ സംരക്ഷിക്കാനായിട്ട് നമ്മൾ സ്ട്രെങ്ത് ട്രെയിനിങ് തന്നെ ചെയ്യണം. ഇപ്പം സ്ട്രെങ്ത് കൂട്ടണം. അപ്പോൾ ആഴ്ചയിൽ 2-3 ദിവസം നമുക്ക് വ്യായാമങ്ങൾ ചെയ്യണം. ഇപ്പം സ്ക്വാട്ടിങ് ചെയ്യാം, പുഷ് എക്സസൈസ് ചെയ്യാം, പുൾ എക്സസൈസ് ചെയ്യാം, പിന്നെ കോർ സ്ട്രെങ്തനിങ് എക്സസൈസ് ഒക്കെ പല വീഡിയോയിലും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. കൂടുതൽ അറിയണമെങ്കിൽ 5M മെത്തേഡ് ജോയിൻ ചെയ്യുക. അതാണ് 5M മെത്തേഡാണ് ഏറ്റവും എഫക്റ്റീവ്. ഇതെല്ലാം റെഡിയാക്കാൻ പറ്റുന്ന മെത്തേഡ് തന്നെയാണ് 5M മെത്തേഡ്. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് പറയാം. ഓക്കെ, അപ്പം ടെസ്റ്റോസ്റ്ററോൺ നമുക്ക് റെഡിയാക്കണമെങ്കിൽ നമുക്ക് വയറിന് ചുറ്റുമുള്ള വണ്ണം ആദ്യം കുറയ്ക്കണം, മസിൽ ഉണ്ടാക്കണം, ഇൻസുലിൻ സെൻസിറ്റിവിറ്റി മെച്ചപ്പെടുത്തണം, അതുപോലെ നമ്മുടെ ഉറക്കവും റെഡിയാക്കണം. അല്ലേ, ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. വ്യായാമം ചെയ്യുന്നത് ടെസ്റ്റോസ്റ്ററോൺ നമ്പർ റെഡിയാക്കാനല്ല, ടെസ്റ്റോസ്റ്ററോൺ പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു ആരോഗ്യകരമായിട്ടുള്ള ഒരു ശരീരം നമ്മൾ സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ശരീരം തന്നെ അത് ഉണ്ടാക്കി തുടങ്ങും. ഉറക്കം മറക്കരുത്. പലരും സപ്ലിമെന്റ് വാങ്ങാൻ റെഡിയാണ്, ടെസ്റ്റോസ്റ്ററോൺ സപ്ലിമെന്റ്. പക്ഷേ രാത്രി ഫോണും വെച്ച് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമും അതുപോലെ നെറ്റ്ഫ്ലിക്സും ഒക്കെ കണ്ട് രാത്രി 3-4 മണിവരെയൊക്കെ ഇരിക്കുകയാണ്. 7 മണിക്കൂർ മുതൽ 9 മണിക്കൂർ നല്ലവണ്ണം ഉറക്കം ഇമ്പോർട്ടൻ്റ് ആണ്. അതും ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ ഉറങ്ങുന്നതാണ് ഏറ്റവും നല്ലത്. രാത്രി നമ്മൾ വൈകിയാണ് ആഹാരം കഴിക്കുന്നത്, വയറ് നിറഞ്ഞിരിക്കുകയാണ്, നമുക്ക് ഉറങ്ങാനായിട്ട് പാടാണ്. ഉറങ്ങിയാൽ നല്ല പ്രോപ്പറായിട്ടുള്ള ഉറക്കം കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആഹാരം ഒരു 7 മണിയാകുമ്പോൾ സ്റ്റോപ്പ് ചെയ്യുക. അതും നമ്മുടെ ഉറക്കം മെച്ചപ്പെടുത്താൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. 4മത് ശരിയായിട്ടുള്ളൊരു ഭക്ഷണമാണ്. ഏത് ഫുഡ് കഴിച്ചാൽ ടെസ്റ്റോസ്റ്ററോൺ ഉടനെ കിട്ടുമെന്നാണ് പല ഗൂഗിളിലും എല്ലാവരും സെർച്ച് ചെയ്യുന്നത്. പല ആളുകളും ചോദിക്കുന്നു അതാണ്. അതിൻ്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ ഒരു ഭക്ഷണത്തിന് അങ്ങനെ ചെയ്യാനായിട്ട് കഴിയില്ല. ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റാണ് നമുക്ക് വേണ്ടത്. അതിൻ്റെ അകത്ത് പ്രോട്ടീൻ കൂടുതൽ ഉൾപ്പെടുത്തണം. മുട്ട, മീന്, മീറ്റ്, അതായത് ചിക്കൻ, പിന്നെ അതുപോലെ പയറുവർഗ്ഗങ്ങൾ, അതുപോലെ കടല പോലുള്ള സാധനങ്ങൾ കഴിക്കുക. നട്ട്സ് വളരെ നല്ലതാണ്. ഒരു കൈപ്പിടിയിൽ ഒതുങ്ങുന്ന നട്ട്സ് കഴിക്കാം, നല്ല പച്ചക്കറികൾ കഴിക്കുക. ഹെൽത്തി ഫാറ്റാണ് നമുക്ക് വേണ്ടത്. അതുപോലെ നമ്മൾ ഒഴിവാക്കേണ്ട കാര്യമാണ് ബേക്കറി ഫുഡ്സ് നമ്മൾ ഒഴിവാക്കണം, അമിതമായിട്ടുള്ള പഞ്ചസാര ഒഴിവാക്കണം, അതുപോലെ ആർട്ടിഫിഷ്യലായിട്ട് കിട്ടുന്ന പല പാക്കറ്റ് ഫുഡ്സുകളും നമ്മൾ ഒഴിവാക്കണം. അപ്പോൾ ടെസ്റ്റോസ്റ്ററോണിന് മെഡിസിൻ ഇല്ലാതെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ റെഡിയാക്കുകയാണ്. വൈറ്റമിൻ ഡിയും സിങ്കും മെഗ്നീഷ്യവും ഇമ്പോർട്ടൻ്റ് ആണ്. വൈറ്റമിൻ ഡി അല്ലെങ്കിൽ സിങ്ക് ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ നമ്മൾ അത് റെഡിയാക്കിയേ പറ്റുള്ളൂ. പക്ഷെ അത് എങ്ങനെ നമുക്ക് നോർമലാക്കാം? അതിന് ചെയ്യേണ്ടത് വൈറ്റമിൻ ഡി നമ്മൾ എല്ലാ മാസവും 1 ദിവസമെങ്കിലും കഴിച്ചിരിക്കുക. കാരണം നമ്മൾ വെയിൽ കൊള്ളുന്നില്ല. പണ്ടത്തെ ആളുകൾ വെയിൽ കൊണ്ടാണ് ജോലി എടുത്തുകൊണ്ടിരുന്നത്. നമ്മൾ ഫുൾ ടൈം വീട്ടിൻ്റെ അകത്താണ്. അപ്പോൾ വൈറ്റമിൻ ഡി 1 ടാബ്ലറ്റ് മാസത്തിലൊരിക്കൽ കഴിക്കുക. ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്തേ പറ്റുള്ളൂ. ഓക്കെ, 1 ടാബ്ലറ്റ് 50,000 ആണ് സാധാരണ കഴിക്കാറുള്ളത്. പിന്നെ നമുക്ക് സിങ്കും മെഗ്നീഷ്യം ഒക്കെ കിട്ടാൻ പംകിൻ സീഡ് കഴിച്ചാൽ മതി. പംകിൻ സീഡ് ഒരു പിടിയിൽ ഒതുങ്ങുന്ന ഒരു പംകിൻ സീഡ് എല്ലാ ദിവസവും കഴിക്കുക, വളരെ നല്ലതാണ്. മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതും നമുക്ക് ടെസ്റ്റോസ്റ്ററോൺ ഉണ്ടാക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ദിവസവും നടക്കുന്നത് നല്ലതാണ്. ബ്രീത്തിങ് വ്യായാമങ്ങൾ, മെഡിറ്റേഷൻസ് ഒക്കെ ഞാൻ പല വീഡിയോസിലും ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ ടെസ്റ്റോസ്റ്ററോൺ കൂട്ടുന്ന ഒരു കാര്യമാണ്. അതുപോലെ നമുക്ക് മാനസിക സമ്മർദ്ദം നല്ലോണം ഉണ്ടെങ്കിൽ നമുക്ക് വേണ്ടിയുള്ള സമയം കണ്ടെത്തുകയും അതുപോലെ കുറച്ച് മനസ്സിന് സമാധാനം കിട്ടുന്ന കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യാം. മദ്യവും അനബോളിക് സ്റ്റിറോയിഡും സ്മോക്കിങ്ങും അതുപോലെ ഡ്രഗ്സ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതും സ്റ്റോപ്പ് ചെയ്യണം. അത് നമുക്ക് ടെസ്റ്റോസ്റ്ററോൺ കുറയ്ക്കുന്ന കാര്യങ്ങളാണ്. കാരണം ഈ പറഞ്ഞ എല്ലാ സാധനവും നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യം പ്രശ്നമുണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് അത് സപ്രസ് ചെയ്യും. നമ്മുടെ ബ്രെയിനിൽ നിന്ന് ഇത് ഉണ്ടാവുന്നത് സപ്രസ് ചെയ്യാൻ ആ ഒരു ഇമ്പൾസ് വരില്ല. അപ്പോൾ അത് സ്റ്റോപ്പ് ചെയ്യണം. അടുത്ത പ്രധാനപ്പെട്ട കാര്യം ഡയബറ്റീസ്, അതുപോലെ തൈറോയ്ഡ് പ്രോബ്ലം, സ്ലീപ്പ് അപ്നിയ, പിന്നെ പോലുള്ള അസുഖങ്ങളുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യണം. അത് കറക്റ്റ് ചെയ്യാതെ നമ്മൾ ടെസ്റ്റോസ്റ്ററോൺ മാത്രം റെഡിയാക്കാനായിട്ട് പറ്റില്ല. ഈ പറഞ്ഞ കാര്യങ്ങൾ നിർബന്ധമായിട്ടും ചെക്ക് ചെയ്ത് ഉണ്ടെങ്കിൽ അതിനുള്ള മരുന്നുകൾ എടുക്കുകയും അതിനെ കൺട്രോൾ ചെയ്യുകയും ചെയ്യുക. എന്നാലേ നമുക്ക് ടെസ്റ്റോസ്റ്ററോൺ നോർമലാക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഒരു കാര്യം കൊണ്ട് നമുക്ക് ടെസ്റ്റോസ്റ്ററോൺ നോർമലാക്കാനായിട്ട് പറ്റില്ല. അങ്ങനെ ഒരു മാജിക് മരുന്നുകളോ ആഹാരങ്ങളോ ഇല്ല എന്ന് മനസ്സിലാക്കുക. അങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ തെറ്റാണ്. ഓക്കെ, പിന്നെ ഈ ഇടയ്ക്ക് നടന്ന ഒരു സംഭവം, ഞാനൊരു പേഷ്യൻറ്റ് നോക്കി, 38 വയസ്സുള്ളൂ. അദ്ദേഹം അനബോളിക് സ്റ്റീറോയിഡ്സ് എടുക്കുന്നുണ്ട്, അതുപോലെ ടെസ്റ്റോസ്റ്ററോൺ ഇഞ്ചക്ഷൻ എടുക്കുന്നുണ്ട് മസിൽ വരാൻ വേണ്ടി. അദ്ദേഹത്തിന് ചെറിയൊരു നെഞ്ചിലൊരു എരിച്ചിൽ പോലാണ് വന്നപ്പം ECG ഒരു കുഴപ്പമില്ല. പക്ഷേ ഞാൻ ട്രോപ്പോണിൻ നമ്മുടെ ഹാർട്ടിൻ്റെ എൻസൈം ഇട്ടപ്പം അത് വളരെ ഹൈ ആണ്. അദ്ദേഹത്തിന് ചെറിയൊരു ഹാർട്ട് അറ്റാക്കാണ് ഉണ്ടായത്. അപ്പം ഞാൻ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ടെസ്റ്റോസ്റ്ററോൺ നമുക്ക് സ്വാഭാവികമായിട്ട് തന്നെ നമുക്ക് ശരീരത്തിൽ ഉണ്ടാക്കാനായിട്ട് കഴിയും. ഞാൻ പറഞ്ഞ ലക്ഷണങ്ങളുണ്ടെങ്കിൽ ടെസ്റ്റോസ്റ്ററോൺ കുറവാണെന്ന് ചിന്തിക്കരുത്. നമ്മൾ ടെസ്റ്റോസ്റ്ററോൺ ലെവൽ ചെക്ക് ചെയ്ത് നോക്കുക, ഒരു ഡോക്ടറിനെ കാണുക, എങ്കിലേ നമുക്ക് അങ്ങനെ ചിന്തിക്കാം. ടെസ്റ്റോസ്റ്ററോൺ നോർമൽ ആക്കാനായിട്ട് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. കാരണം നല്ല ഉറക്കവും
അതുപോലെ നല്ല ആഹാരവും ഈ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഒഴിവാക്കാനും പറഞ്ഞാൽ നിങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടിയാണ്. അത് ചെയ്തു കഴിഞ്ഞാൽ എന്തായാലും ഒരു മാറ്റം ഉണ്ടാവും. ഇത് ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പല ആളുകൾക്കും അറിയാത്തൊരു ടോപ്പിക്കാണ്. പല ആളുകളും പറയാൻ മടിക്കുന്ന പല ലക്ഷണങ്ങൾ ഉൾപ്പെടെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. മറ്റുള്ളവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോയുമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും. ടേക്ക് കെയർ എവരിവൺ.